ഹലോ ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:45 രാവിലെ. കുട്ടികളെ മദ്രസയിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ്. മദ്രസയിലേക്ക് അധികം ദൂരമൊന്നുമില്ല, പക്ഷേ അവർ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ വേറെ ആരും കൂട്ടിനില്ല. അപ്പോൾ ഞാൻ അവരെ നിന്ന് കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു വരികയാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പേടിയൊന്നുമില്ല. അങ്ങനെ ഞാൻ വന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയാവാനായിട്ടുണ്ട്. എൻ്റെ രണ്ടല്ല 3 ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. എന്നും രാവിലെയുള്ള കാഴ്ചയാണ്. അവർ രാവിലെ വരും, എന്നിട്ട് അവിടെയുള്ള എന്തെങ്കിലും കൊത്തിപ്പെറുക്കി അവർ കഴിച്ചിട്ട് പോവുകയും ചെയ്യും. അച്ഛനും അമ്മയും കുട്ടിയാണ് അവർ തോന്നുന്നു. പിന്നെ ഇവർ വന്നു എന്ന് വെച്ചിട്ട് ആർക്കും പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ല, കാണുന്നവർക്കും പ്രശ്നമില്ല. കാരണം അവരാരും മെയിൻ ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ കോഴികൾ പോകുമ്പോൾ ആരും മെയിൻ ചെയ്യാറില്ലല്ലോ, അതേ വിലയുള്ളൂ ഇപ്പോൾ നമ്മൾ ദേശീയ പക്ഷിക്ക് എന്നുള്ളതാണ് സത്യം. കാരണം ഡെയിലി ഇവരും അച്ഛനും അമ്മയും കൂട്ടും ഫാമിലിയൊക്കെ ആയിട്ടാണ് ഡെയിലി വരാറുള്ളത്. അവരുടെ വാസസ്ഥലം തന്നെ അവിടെയാണ്. എല്ലാ വീടിൻ്റെ മുന്നിലും പോകും, അതുപോലെ വീടിൻ്റെ മുറ്റത്തൊക്കെ പോയി അതേപോലെ കൊത്തി പൊറുക്കുന്നതും കഴിക്കും. ഇത് കണ്ടോ, താഴത്തെ വീട്ടിൽ പോയിട്ട് അവരെ സ്റ്റെപ്പുമ്പോൾ കയറിയിട്ട് നോക്കുക. അപ്പോൾ ഒച്ച കേട്ടപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവിടെയൊക്കെ കൊത്തിപ്പൊറുക്കി മയിലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്തു സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അവൾ റോസാപ്പൂ പറിക്കാൻ വേണ്ടി വന്നതാണ്. അതൊക്കെ അത് മുട്ട കൈ ഇതാണെങ്കിൽ പറിച്ചിട്ടും കിട്ടുന്നുമില്ല. അങ്ങനെ വലിച്ചെടുത്തു. അങ്ങനെ അവൾ റോസാപ്പൂ തലയിലൊക്കെ ചൂടി അവൾ സ്കൂളിൽ പോയി. ഇനി നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. ഞാൻ തമ്പനിയിൽ പറഞ്ഞ പോലെ നല്ല മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ഇതിന് മുന്നേ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മളെവിടെയൊക്കെ പോകുന്നത്. പിന്നെ ഇത് പോകുന്ന വഴി കണ്ടോ, ഇതാണ് എരിക്കിൻ്റെ ഇല എന്ന് പറയും. നമ്മൾ കാലുവേദനക്കൊക്കെ ഉപയോഗിക്കില്ലേ, ഇഷ്ടിക ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് കാലിൻ്റെ മടമ്പൊക്കെ വേദനിക്കുന്നവർ ഇതിങ്ങനെ വെച്ചാൽ കാലുവേദന കുറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നിറയെ തയ്യൊരു ചെടിയുണ്ട്. ഇതിൻ്റെ എന്താ സംഭവം, നമ്മൾ വെള്ളത്തിലിട്ട പൊട്ടില്ലേ, ആ ഒരു കായുള്ള ചെടിയാണ്, അത് നിറയെ ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോവാണ്. ഇവിടെ കാട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ വീട് കണ്ടവർക്കറിയാം, ഇത്ര കാടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളം കയറിയ സമയത്ത് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു. പറമ്പിലും നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറി ആ സ്ഥലം തന്നെയാണിത്. ഇത് നമ്മുടെ അരിമുളക് പോകുന്ന വഴി അരക്കി പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പനയുണ്ട്. ഇതെന്തിനോ വേണ്ടി ഉണ്ടായി നിൽക്കുന്ന പോലെയാണ്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ സ്ഥലത്ത് അങ്ങനെ ഒന്ന് വെള്ളം നിറയെ വെള്ളം എന്താ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിറയെ നമ്മുടെ പറമ്പ് മൊത്തം വെള്ളമായിരുന്നു. അതിൻ്റെ വീഡിയോക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും ഇതൊക്കെ എവിടേക്കായിരുന്നു വെള്ളം കയറി. ഇപ്പോൾ വെള്ളം പറ്റിയില്ലേ, പക്ഷേ മഴ കുറവാണെങ്കിലും അധികം പുഴയിൽ വെള്ളം കുറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് വെള്ളം വറ്റിപ്പോയിട്ടില്ല എന്നുള്ളൂ. കാരണം വേനൽക്കാലം ആകുമ്പോൾ ഫുൾ വെള്ളം വറ്റിപ്പില്ല, അതുപോലെ ആയിട്ടില്ല. ആവാൻ പോകുന്ന സമയം ആവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവരൊക്കെ കാട് പിടിച്ച് കിടക്കുക. കുട്ടികളിപ്പോൾ കളിക്കാനും വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾ ഗ്രൗണ്ടാണ്, പക്ഷെ കണ്ടാൽ പറയില്ലല്ലോ, കാരണം കാട് പിടിച്ച് കുട്ടികളൊന്നും വരാതെ. ഇനി വെക്കേഷൻ സമയമാവണം, അല്ലെങ്കിൽ കുറച്ച് മഴയൊക്കെ ഒന്ന് പോവണം, അപ്പോഴുള്ളത് ഇവിടെ ക്ലീനാക്കും. അവർ തന്നെ ഇതൊക്കെ കത്തിച്ച് ക്ലീനാക്കും. ഇത് ഈ പാറ ഉണ്ടോ, ഇവിടെയാണ് അവർ ഇരിക്കുന്നത്, കളി കാണാനിരിക്കുന്ന ഒരു സ്ഥലം. അപ്പുറത്ത് ഒരു വായനശാലയുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, കാരണം മുകളിൽ വായനശാലയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് റോഡുണ്ട്, പിന്നെ പാറ, അവിടെ കളി കാണാനിരിക്കുന്നവർ, ഇവിടെ കളിക്കുന്നവർ. ഇതിൻ്റെ ബാക്കിൽ പുഴ, നല്ല സൗണ്ട് ഉണ്ടാവും, പുഴയുടെ സൗണ്ടും കേട്ട് കളിക്കാം. നല്ലൊരു തണുത്ത കാറ്റൊക്കെയാണ്, വൈകുന്നേരം അവിടെ വന്നിരിക്കാം. നല്ല സുഖമുള്ളൊരു അന്തരീക്ഷം. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ മനോഹരമായ സ്ഥലം. അതെ, എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിന് മുന്നേ 1-2 വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പുഴയിൽ വന്നിട്ട്. നമ്മൾ പൂള ഉണ്ടാക്കുന്നത്, അതുപോലെ ചോളം, അങ്ങനെ എന്തൊക്കെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ പുഴ മൊത്തം കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അന്ന് ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, നിറയെ വെള്ളമായിരുന്നു. ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഈ പാലം അപ്പുറത്തെ സ്ഥലവും നമ്മുടെ ഇവിടുത്തെ സ്ഥലം കൂടി ജോയിൻ ചെയ്യുന്ന കേട്ടോ. ഇവിടുന്ന് ഇതിലൂടെ ബൈക്കൊക്കെ പോകുന്നതാണ്. ഇതിലൂടെ ബൈക്കിലൂടെ പോകുന്നവരൊക്കെ ശരിക്കും നല്ല ഡ്രൈവറാന്ന് പറയാം. കാരണം ഒരു പേടിയില്ലാതെ പോകും, ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ ആ പാലത്തിനപ്പുറത്ത്. അതിലൂടെയൊക്കെ അവർ ഡ്രൈവ് ചെയ്ത് പോകും. ഈ വഴി പോയാൽ പെട്ടെന്ന് മണ്ണാർക്കാടേക്ക് എത്താൻ സാധിക്കും. ഒരു കുറുക്ക് വഴി കേട്ടോ മണ്ണാർക്കാടേക്ക് എത്താനുള്ള, അതുകൊണ്ടാണ് എല്ലാവരും ഈ വഴി പെട്ടെന്ന് പോകുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരെങ്കിലും പോവുകയാണെങ്കിൽ ഒട്ടും പേടിക്കണ്ട, പെട്ടെന്ന് തന്നെ പുഴയ്ക്ക് ഒന്നേ ഇങ്ങോട്ട് മറിയും, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് മറിയും. ഇത് കണ്ടോ, ഈ ഒരു സ്പേസിലൂടെ പോകുന്നത്. ഇപ്പുറത്ത് ഒരു മതിലാണ്, ഈ ഒരു ഭാഗത്ത്, അവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് വെള്ളം വരും, ഈ മതിൽ വരെയും. ഇതിനപ്പുറവും വെള്ളം ഉണ്ടാവും കേട്ടോ മഴക്കാലത്ത്. പിന്നെ ഇങ്ങോട്ട് താഴത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു മഞ്ഞക്കുളം എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടെ നിന്ന് വെള്ളം വന്നിട്ട് ഈ ഭാഗത്തേക്ക് വെള്ളം ചാടും. ആ വെള്ളം എത്തുന്നത് ആ പുഴയ്ക്ക് തന്നെയാണ്. എന്താ ഇങ്ങോട്ട് എത്തിയിട്ട് നേരെ വീണ്ടും പുഴയ്ക്ക് തന്നെ എത്തും. അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇതിൽ ലാസ്റ്റൊക്കെ ആയിട്ട് കാണും. ഇവിടെ ഒരു സ്പേസ് കുറച്ച് അല്പം വീതിയുണ്ട്. പിന്നെയും അതേപോലെ സ്പേസ് ഇല്ലാത്ത റോഡാണ് അങ്ങോട്ട്. ഇത് കണ്ട വെള്ളം
അങ്ങോട്ട് പറ്റി ഈ ഭാഗത്ത് മണൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചു പോകാം. ഈ ഭാഗത്ത് നിന്ന് തിരിച്ചു പോകാം കേട്ടോ. കാരണം ഞാൻ ഒറ്റക്കാണ്. ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു പോവാണ്. അവിടെ കണ്ടോ വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മുടെ സ്ഥലമാണ്. നമ്മൾ ഇതിന് മുന്നേ ഞാൻ റബ്ബർ കുരു പെറുക്കാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗമാണത്. ഇത് കണ്ടോ പാലത്തിൻ്റെ അടിയിൽ വലിയ വലിയ മരങ്ങൾ കിടക്കുന്നത്. ഒരുപാട് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആളുകളൊക്കെ വൃത്തിയാക്കി കാരണം വെള്ളം ഒലിച്ചു പോകാത്തതുകൊണ്ട് വലിയ വലിയ മരങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. മഴവെള്ള സമയത്ത് ഒലിച്ചു വന്നതാണ് അതൊക്കെ. നല്ല ഭംഗിയില്ലേ, നല്ല പുഴ, മുകളിൽ റോഡ്, നല്ലൊരു ചിത്രം വരയ്ക്കുന്ന ഒരു ഫീലിങ്. മുകളിൽ കണ്ടോ ബസ് പോകുന്ന കാണുമ്പോൾ. ഇവിടെ ആകെ 2 ബസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു 10 മണിക്കും ഒരു 2 മണിക്കും മാത്രമേ ബസ് വരാറുള്ളൂ. കാരണം ഒന്നാമത് മണ്ണാർക്കാട് അടുത്താണ്, നമുക്ക് പോണി പോവാം. നോക്കൂല, നമ്മൾ ബസ് പോകുന്നത് ഇപ്പോൾ സമയം 10 മണിയാണ് കേട്ടോ. പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആരോ അലക്കാൻ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും അവരെ പിന്നാലെ പോയിട്ട് വീഡിയോ എടുക്കാതെ കരുതി. ഈ ഒരു ഭാഗത്തുണ്ടോ ഈ വെള്ളം പോകുന്ന ഇവിടെ കുട്ടികൾ ഇരുന്നിട്ട് അങ്ങോട്ട് താഴത്തെ വിരസി പോകും. അവർക്ക് ശരി ചെറിയ പാർക്കാണിത്. അങ്ങനെ ഞാൻ ഈ പാറയുടെ മുകളിലേക്ക് കയറി പാറ വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. ഇതേ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സൈഡിൽ ചെറിയൊരു മതിലുണ്ട്, അതിന് മുകളിലൂടെ കയറിയിട്ടാണ് പോയിരുന്നത്. പക്ഷെ അതിവിടുന്ന് പോകാനേ പറ്റില്ല, ഭയങ്കര കാടാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു വെണ്ടക്കാമരം, വെണ്ടക്കത്തൈ പറയാം, വെണ്ടക്കമരം പറയണ്ട, നിറയെ ഉണ്ടായിട്ടുണ്ട്. വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് ഉണ്ടായതായിരിക്കും. അങ്ങനെ നമ്മൾ കാട്ടിലൂടെ പോവുകയാണ്. കാടല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, കാടൊന്നല്ല, നല്ല വൃത്തിയുള്ള പാറ മാത്രമാണിത്. ഇത് മഴയൊക്കെ പെയ്തിട്ട് ഈ പാറയുടെ ഇടയിലൂടെ പുല്ല് മുളച്ചു വന്നതാണ്. കുറച്ച് സ്പേസുള്ള ഭാഗത്ത് പുല്ല് മുളച്ചു വന്നതാണ്. അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവിടെ ഉള്ളവർ അത് വൃത്തിയാക്കുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് അങ്ങനെ ഉണ്ടായതാണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് താഴെ ഇങ്ങനെ പോവുകയാണ്. അവർ ആ താത്ത അവിടെ തിരുമ്പുന്നുണ്ട്. ഇവിടെ വന്ന് അലക്കാനൊക്കെ നല്ല സുഖമാണ്. ഒരുപാട് പേരൊക്കെ വന്നിരുന്നു. ഇപ്പം അധികം പേരൊന്നും വരാറില്ല എന്ന് തോന്നുന്നു. ഞങ്ങളും എപ്പോഴെങ്കിലും വരാറുള്ളൂ. തീരുമാനം തന്നെ വരാറുള്ളത് കുട്ടികൾ കുളിക്കാനൊക്കെ, അവർക്ക് ജസ്റ്റ് കളിക്കാനൊക്കെ ആയിട്ട് ശനി ഞായറൊക്കെ ഒഴിവുണ്ടെങ്കിൽ വരാറുണ്ട്. പക്ഷേ ഈ സമയത്തല്ല, കുറച്ചുകൂടി വെള്ളം കുറഞ്ഞിട്ട് ഞങ്ങൾ വരാറ്. കാരണം ആ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് അവരെയും കൊണ്ട് വന്നാലും ശരിയാവില്ല. നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടം അവിടെ നിന്നാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് കേട്ടോ. ആ ഭാഗത്തുനിന്നൊരു നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല, കുറച്ചൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ മുന്നത്തെ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് അതിൻ്റെ വെള്ളച്ചാട്ടമൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ആ വെള്ളം ഇതിനേക്കാൾ വെള്ളം ചാടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചോളം ഉണ്ടാക്കുന്നത്, പൂള ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അതുപോലെ പുഴ മൊത്തം കാണിക്കുന്ന വീഡിയോയും ഈ ഒരു ഭാഗത്ത് നമ്മൾ വന്നിട്ട് എടുത്ത വീഡിയോ ഉണ്ട്. ഈ ഭാഗത്ത് പോകുന്നില്ല, കാരണം അന്ന് ഇതിനേക്കാൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഭാഗം കൂടി അങ്ങ് നടന്നു പോയി നോക്കാം. ഇത് കണ്ട് അവിടെ നല്ല വെഴുക്കലുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ നമുക്ക് മണലിൽ കൂടി പോകാം. വെഴുക്ക് നമ്മൾ അവിടെ കിടക്കും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന സ്ഥലം കണ്ടോ, ഇത് ഞങ്ങളുടെ നാടല്ല, ഇത് മറ്റൊരു നാടാണ്. ഈ പുഴയാണ് ശരിക്കും ഞങ്ങൾ അതിൽ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ, ഈ അപ്പുറത്ത് നിൽക്കുന്നത് വേറൊരു നാടുമാണ്. അവിടെയുള്ള ആളുകൾ വേറെ സ്ഥലം, ഞങ്ങൾ വേറെ സ്ഥലത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പാലം വഴി പോയാൽ മണ്ണാർക്കാടേക്ക് എത്താന്ന്. ഈ ഒരു ഭാഗത്ത് കൂടി പോയിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്. മറ്റൊരു അപ്പുറത്തെ സ്ഥലമല്ലേ, ആ ഭാഗത്ത് കൂടി പോയിട്ട്. പിന്നെ അപ്പുറത്ത് അവിടെയുള്ള ആളുകൾ കുളിക്കാനൊക്കെ ഇങ്ങോട്ട് വരും. ഈ ഒരു ഭാഗത്തേക്കല്ലേ ഞാൻ കാണിച്ചു കേട്ടോ, ഏത് ഭാഗത്താണ് അവർ കുളിക്കാനൊക്കെ കൂടുതൽ വരിക. പിന്നെ നമ്മളെ പാലത്തിൻ്റെ ആ ഭാഗത്തുകൂടി ഇങ്ങനെ പോയിട്ട് കുറച്ചുകൂടി സ്ഥലമുണ്ട് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോയിട്ടില്ല. ആ ഭാഗത്തേക്കും അവർ തിരുമ്പാനും കുളിക്കാനൊക്കെ വരും. ഇപ്പം നമ്മളത് അത്രയും ദൂരം നടന്നു പോകുന്നവരുണ്ട് കേട്ടോ, ആ വെള്ളച്ചാട്ടം കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട്. പിന്നെ ആ ഒരു ഭാഗത്ത് അവിടുന്ന് വെള്ളം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മഞ്ഞക്കുളമുണ്ട്, അവിടുന്ന് വരുന്ന വെള്ളമാണത്. ഇത് കാരണം അത്യാവശ്യം വെള്ളത്തിന് ഫോഴ്സ് ഉണ്ട്, അത്യാവശ്യം വഴുക്കലുണ്ടാവും അവിടെ. അതുകൊണ്ട് തന്നെ ഈ വഴുക്കലുള്ളതൊരു സുഖമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനെ കുറച്ച് മുകളിലോട്ട് പോയി ഇരുന്നിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട, നമ്മളങ്ങനെ ഒഴുകി പോയിക്കോളും. ആ പാറകൾ കാണുന്നുണ്ടാവും, ആ ഭാഗം വരെ വലിയ കുഴപ്പമില്ല. പിന്നെ അതിനപ്പുറത്തേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ഒരു ആഴമുള്ള സ്ഥലമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല അപ്പുറത്തു നിന്നുള്ള ആളുകൾ കുളിക്കാനൊക്കെ വരുന്നുള്ളത് അത് ആ പാറയുടെ അപ്പുറത്താട്ടോ. കൂടുതൽ പേരൊക്കെ കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ആ ഭാഗത്ത്. പിന്നെ അത്യാവശ്യം നീന്താനൊക്കെ അറിയുന്നവർക്ക് നല്ല സുഖം കേട്ടോ, കാരണം എവിടെ വേണമെങ്കിൽ നീന്തി ഒലിച്ചു പോകാം. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നീന്താൻ അറിയാത്തവർക്ക് മുങ്ങിപ്പോകാനുള്ള വെള്ളമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുണ്ടോ ആ അവരലക്കുന്ന ഭാഗം കണ്ടോ, അവിടെ നിന്ന് അങ്ങോട്ട് ഇരുന്നാൽ നമുക്ക് നേരെ ഇതുപോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാം. ഒരു പാർക്കിൽ വന്ന് കളിക്കുന്ന ഒരു ഫീലിംഗ് തന്നെ.
അപ്പോൾ ഇതിൻ്റെ മറ്റേ വശത്ത് റബ്ബർ തോട്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾക്കൊന്ന് തിരിച്ചു പോവാം. കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയി കാണിച്ചു തരാം കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരുപാട് പാറകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മനോഹരമായ സ്ഥലം? വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വളരെ മനോഹരമായ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് എൻ്റെ നാട്. എന്നെ കല്യാണം കഴിച്ച നാടും അതുപോലെ എൻ്റെ സ്വന്തം നാടും ഒക്കെ. അങ്ങനെ അതിനുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. നിങ്ങളതൊക്കെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ ചാനലിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചതാ വീണ്ടും വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ആ പുല്ല് കാണുന്ന ഭാഗം കണ്ടോ, വെള്ളത്തിൽ നടക്കുക ആ ഭാഗത്താട്ടോ ഞങ്ങൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് വന്ന തിരുമ്പാനും അതുപോലെ കുട്ടികൾ കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലം. ആ സമയത്ത് അവിടെ മാത്രമേ അധികം കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, കുളിക്കാനൊക്കെ പറ്റിയ വെള്ളം ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക് നീന്താനൊക്കെ ആയിട്ട്. അങ്ങനെ നമുക്ക് കുറച്ചും കൂടി നടന്നു പോകട്ടെ. നല്ല ഉണങ്ങിയ പാറ, വഴുക്കലൊന്നുമില്ല, അതുകൊണ്ട് സുഖമായി നടന്നു പോവാം. ഇത് കണ്ടോ നമ്മുടെ വെള്ളച്ചാട്ടം. ഇതിനടുത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം ഇതിൻ്റെ വീടൊക്കെ അതിന് മുന്നേ ഇട്ടതുകൊണ്ട് കാണാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് പോയി കണ്ടേക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ കുറച്ച് സമയം അധികം ഞാൻ വന്നിട്ട് അപ്പോൾ വീട്ടിൽ തിരിച്ചു പോവാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത്രയും ഭാഗം നമ്മൾ നടന്ന് പോകുന്നു. ഇതാ നമ്മളെ സ്റ്റെപ്പ് കേട്ടോ. നമ്മൾ ആ ഭാഗത്ത് കൂടെ ഇറങ്ങി താഴേക്ക് വന്നത്. താത്താൻ്റെ തിരുമ്പൽ കഴിച്ചില്ല. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു കഴിയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കഴിയാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. ആദ്യമൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേര് തിരുമ്പാണ്ടാവും കേട്ടോ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഓരോ പാറയുടെ ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തർ സ്ഥലം പിടിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ അങ്ങനെ അധികം പേരൊന്നും ഇങ്ങോട്ട് വരാറില്ല. പിന്നെ കുട്ടികൾ കളിക്കാൻ വെള്ളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വെള്ളച്ചാട്ടം ആ ഭാഗത്ത് നിന്ന് കണ്ട് ഉരുത്തി കളിക്കാനൊക്കെ വരും, വല്ല പാർക്ക് പോലെ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേനൽക്കാലം ആകുന്ന സമയത്ത് മിക്ക ആളുകളും വരും, കാരണം കുറേ പേര് ഇവിടെ പഞ്ചായത്ത് വെള്ളം അതുപോലെ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വെള്ളമൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇവിടെ അലക്കാൻ വരും. ഇവിടെ ഉള്ളവർ മാത്രമല്ല, പുറത്തുള്ളവർ വരും. ഒരു വണ്ടിയിലൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുളിച്ച് തിരുമ്പി അങ്ങ് പോകാറൊക്കെ ഉണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഈ വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ വെള്ളം ഉള്ളതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും വെള്ളം ഉള്ളതുകൊണ്ടും അധികം പേര് വരാത്തതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതൊരു ജയറാമേട്ടൻ്റെ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടിയാണ്. പഴയൊരു സിനിമ ആമിന ടൈലേഴ്സ്. ഈ ഒരു പാറ കണ്ടോ, ഈ ഒരു ഭാഗത്ത് കൂടി നടന്നു വരുന്ന ഭാഗമൊക്കെ ഉണ്ട്, ആ മുകളിൽ മതിലും ആ ഒരു ഭാഗമൊക്കെ സിനിമയിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. പിന്നെ ആ കാണുന്ന ഭാഗം കണ്ടോ, അപ്പുറത്തെ ഭാഗം അവിടെ ഇരുന്നിട്ട് പാർവതി ഒരു സംസാരിക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. ആ സിനിമ കണ്ടിട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നുകൂടി പോയി കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു ഭാഗമൊക്കെ ഒരു പാട്ടിലൊക്കെ ഉള്ള ലൊക്കേഷനൊക്കെയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്ത പ്ലേസും കൂടിയാണിത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു, കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതാത് അവിടെ നിന്ന് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരൊറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ ഞാൻ തിരിച്ച് കാട്ടിലൂടെ തന്നെ പോയിരുന്നു. കാണുന്നില്ല, ശരിക്കും ചെറിയ റോഡുണ്ട്, ചെറിയ മതിൽ പോലെ ഭാഗമൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെ പോയാൽ അവിടെ കാണണം. അപ്പോൾ ഈ നേരെ തിരിഞ്ഞ് ഈ പാറയോട് വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. ഇത് കണ്ട് ഈ ഒരു ഭാഗമൊക്കെയാണ് ഫിലിമിൽ കാണുന്ന പാറ. ഇതിലൂടെ നടന്നു പോകുന്നുണ്ട്. ജയറാമേട്ടനും പാർവതി പാട്ടൊക്കെ ഉണ്ട്, ഒരു മലയാള അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗമാണിത്. പിന്നെ ഇതാ നമ്മുടെ വെള്ളച്ചാട്ടം. പിന്നെ ഇതിങ്ങനെ നേരെ പോയാൽ നേരെ റോഡിലെത്തും കേട്ടോ. പക്ഷെ ഞാൻ വന്ന വഴിയിൽ തിരിച്ചു പോകുന്നു. ഈ പാറയുടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ആ ഗ്രൗണ്ടിലൂടെ നടന്നു പോകുന്നു. വന്ന വഴി മറക്കരുതെന്നല്ലേ, അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. ഈ ഭാഗമൊക്കെ വെള്ളം കൊണ്ട് നിറയും കേട്ടോ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ. ഇത് കണ്ട കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ കോലം കണ്ടില്ലേ, ഇതൊക്കെ അവർ ക്ലീൻ ചെയ്ത് ഇതൊക്കെ വൃത്തിയാക്കും, അവർ തന്നെ ഇത് ക്ലീൻ ചെയ്യും. അങ്ങനെ ഇതാ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്.
പിന്നെ കണ്ടോ, ഈ ചെടിയാണ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചില്ലേ, നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടുമ്പോൾ പൊട്ടുന്ന ചെടിയല്ല, ഇതിൻ്റെ കായ കേട്ടോ. ഇത് ഉണങ്ങി കഴിഞ്ഞത് പച്ചയാണ്. ഉണങ്ങി കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലിട്ടാൽ നമ്മൾ വായിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പൊട്ടും. അങ്ങനെ നമ്മൾ ഈ റോഡിലേക്ക് എത്തി. നമ്മൾ നേരത്തെ മുകളിലൂടെ പോന്നാൽ ഈ റോഡിലേക്ക് തന്നെ എത്തും. മുകളിലേക്ക് നമ്മളിങ്ങനെ വന്നാൽ ഇവിടേക്ക് എത്തും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും. താങ്ക്